അഡ്വാൻസ് വന്നിരുന്നു. നമ്മുടെ സർവീസ് ചാർജായിട്ട് 525 രൂപ. ഈ പറയുന്ന നമസ്കാരം, UAEcarloan.com-ലേക്ക് സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ അതിൻ്റെ കാറിൻ്റെ ലോൺ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു കൊടുത്തതിന് ശേഷം അതിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്ന രംഗമാണിത്. ആക്ച്വലി ഇവരായിരുന്നില്ല ഞങ്ങളുടെ കസ്റ്റമർ, ഇവരുടെ സുഹൃത്തായിരുന്നു ഞങ്ങളുടെ കസ്റ്റമർ. പക്ഷെ അദ്ദേഹം ഉടനടി നാട്ടിൽ പോകുന്ന പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഇവരുടെ കയ്യിലേക്കാണ് നമ്മൾ കണക്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വഴിയാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ ആദ്യമേ കണക്ക് കൊടുത്തിരുന്നു. എന്നാലും പോകുന്നതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത് തീർത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ കണക്ക് വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗമാണിത്. പിന്നെ ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി കാണാം. എവിടെ വണ്ടി കണ്ടാലും അപ്പോൾ തന്നെ അവർക്ക് ക്യാഷ് കൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിച്ചതിന് ശേഷം 0 ഡൗൺ പേയ്മെന്റിൽ ബാങ്കിൽ നിന്ന് ലോൺ ചെയ്തു തരുന്ന സർവീസാണ് ഞങ്ങളുടെ. ആക്ച്വലി ഞങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്ത സർവീസ് അതല്ല. ഇവർക്ക് ചെയ്തു കൊടുത്ത സർവീസ് ഇവർക്ക് ലോൺ ഉണ്ടാവുകയും ആ ലോൺ ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരികയും ഒരു ചെറിയ സാഹചര്യത്തിൽ പെടുകയും അത് ക്ലിയർ ചെയ്ത് കൊടുത്തതുമാണ്. അപ്പോൾ ഞങ്ങളുടെ സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് മുഴുവൻ കേട്ടതിന് ശേഷം, ഒരു വലിയ വീഡിയോ ആണ് ഇത്, അപ്പോൾ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കും. നമുക്ക് വീഡിയോ ആയിട്ട് തുടങ്ങാം. അപ്പൊ തുടങ്ങിക്കോട്ടെ. അപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഒരു വീഡിയോ ഭയങ്കര അഭിനയമാണെന്ന് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ അഭിനേതാവും അഭിനേത്രിയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ അതിന്റെ ഒരു സംഭവം പറയാം. അത് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. സാറിന് വേണ്ടിട്ടല്ല വേണ്ടത്. അപ്പോ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാട്ടോ. അതായത് ഒരച്ഛനും മകളും അല്ലെ, ഒരച്ഛൻ 2 മക്കളും ഇവർക്ക് ഒരു വണ്ടി എടുക്കുന്ന ഒരു ആഗ്രഹം തോന്നി. ഇവരങ്ങനെ ഒരു വലിയൊരു ഷോറൂമിൽ ചെല്ലുന്നു. ഷോറൂമിന്റെ പേര് പറയണ്ട, കാരണം നാളെ ഇതൊന്നും കേസാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഷോറൂമിന്റെ പേര് പറയണ്ട. ഒരു വലിയ ഷോറൂമിൽ ചെല്ലുന്നു. അവരൊരു പുതിയ വണ്ടി എടുക്കുന്നു. പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒരു ബാങ്കിന്റെ ആൾക്കാർ പറയുന്നു ഇങ്ങനെ കുറെ ഓഫറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓഫർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പലിശ കുറഞ്ഞ് കിട്ടും എന്നൊക്കെ പറയുന്നു അല്ലെ. അങ്ങനെ അവര് ഒരു വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്ത് EMI ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബാങ്കിൽ നിന്ന് എങ്ങാണ്ട് ഒരു മെസ്സേജ് വരുമോ, എന്താ കറക്റ്റ് കാര്യം റിന്യൂ ചെയ്യുന്ന ഇപ്പം 3 വർഷം കഴിയുമ്പോഴാണല്ലോ പുതിയ വണ്ടിയുടെ റിന്യൂവൽ വരുന്നത്. ഓക്കെ. അപ്പൊ ബാങ്കിന്റെ പേപ്പർ വേണമല്ലോ റിന്യൂ ചെയ്യുന്നതിന്. അങ്ങനെ ആവശ്യമില്ലല്ലോ. റിന്യൂ ചെയ്യാൻ പോയായിരുന്നോ? റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ടി ഐ ചെന്ന് അവിടുന്ന് പാസിങ് കഴിഞ്ഞ് പിന്നെ ഈ അതാണ് ബ്ലോക്കല്ല ഈ പാസിങ്ങിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസ് എടുത്തിട്ട് ഈ 3 വർഷത്തേക്കല്ലേ ഇത് പാസിങ് ഇല്ലാത്തത്. പുതിയ വണ്ടി എടുത്ത് 3 വർഷത്തേക്ക് പാസിങ് ഇല്ല. അപ്പൊ ആൾക്കൊരു കൺഫ്യൂഷൻ, 3 വർഷം കഴിഞ്ഞ് ഇനി 1 വർഷം കൂടെ കിട്ടുമോന്ന് അറിയാം. അങ്ങനെയാണ് ബാങ്കിൽ പോകുന്നത്. അങ്ങനെ ചെന്നപ്പോഴാണ് ഓൾറെഡി ബാങ്കിന് അങ്ങനെ തിരിയുന്നത്. അപ്പൊ അങ്ങനെ ആൾക്ക് മനസ്സിലാകുന്നു ഇതിങ്ങനെ അപ്പോഴും ആൾക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴും അവർ പറഞ്ഞത് ടോപ്പ് അപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഫൈനൽ സെറ്റിൽമെന്റ് ആണ് ഈ ലാസ്റ്റ് എന്ന് ആൾക്ക് അപ്പോഴും അറിയില്ല. ഈ വണ്ടി എടുക്കാൻ ചെല്ലുന്ന ടൈമിൽ അവർ പറഞ്ഞിരുന്നത് ഈ വണ്ടി എടുത്തതിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ ഈ ചെയ്ത എമൗണ്ട് ടോപ്പ് അപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, വന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. മനസ്സിലായി. ക്ലിയർ ആയിട്ടോ. അപ്പൊ എന്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള കഥയാണല്ലോ. എന്റെ അടുത്ത് വരുമ്പോഴും നിങ്ങൾ പറയുന്ന എല്ലാ കഥകളും സത്യം പറയാൻ എനിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറെയൊക്കെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യായിരുന്നു ഇത് ഇങ്ങനെയാണോ. കാരണം ഇപ്പൊ സാർ ആദ്യം പറഞ്ഞാൽ നമ്മളൊരു കാര്യം വെച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയി നോക്കുമ്പോ കുറച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് നോക്കി കഴിയുമ്പോൾ ആ കഥ ഇതുമായിട്ട് യോജിക്കുന്നില്ല പറയുന്ന കാര്യം. അതിനകത്ത് പ്രശ്നം വന്നത് പറയും, ഇതിനകത്ത് കറക്റ്റ് കഥ നമുക്കും അറിയത്തില്ല. മനസ്സിലായി. ബാങ്കുകാർ പറഞ്ഞത് കറക്റ്റ് കഥയല്ല, അവര് കുറച്ച് ഹൈഡാക്കിയിട്ട് പറഞ്ഞതിനകത്താണ് ഈ പ്രശ്നങ്ങൾ വന്നത്. നേരത്തെ പ്രോപ്പറായിട്ട് അവർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെയാണ്, ഇത് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിനുശേഷം ബാക്കി നിങ്ങൾ പറഞ്ഞ കഥയും ബാങ്കിന്റെ കഥ എല്ലാം ചേർത്തപ്പോഴാണ് കറക്റ്റ് നമുക്ക് ക്ലിയർ ആയത്. അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആയത്. അപ്പൊ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമുക്കറിയില്ലല്ലോ അതിനകത്ത് ആരാണ് പറയുന്നത് വിശ്വസിക്കാൻ കേൾക്കാന്നല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ 3 ഇയേഴ്സ് കഴിഞ്ഞാൽ 2 ഇയേഴ്സിന് 5 ഇയേഴ്സിനായിരുന്നു ഇപ്പൊ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ആൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു അതിനുള്ള ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഒരു ഇത് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങൾ 3 ഇയേഴ്സ് കഴിയുമ്പോൾ ഫുൾ എമൗണ്ട് അടച്ച് സെറ്റിൽ ചെയ്യണം. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെന്ന് മുട്ടിയാണ്, അതായത് ആരെയാണോ സമീപിച്ച് അവർ പറഞ്ഞു തന്നതിനകത്തുള്ള കോംപ്ലിക്കേഷൻ ആണ് ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പ്രൊസീജിയറായിട്ട് മാറും. അതായത്
ഇത് ലോൺ ടേക്ക് ഓവർ, ബാങ്ക് തന്നെ ടേക്ക് ഓവർ ചെയ്തിട്ട് വീണ്ടും ടോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെയിം പ്രൊസീജിയർ, സെയിം കാര്യങ്ങളാ. അപ്പൊ ഈ ഇങ്ങനെയല്ല പോവുക. അപ്പൊ പക്ഷെ ആളുടെ പറഞ്ഞത് ഒന്നൊന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ല റിന്യൂ ആവുന്നത് പോലെ ഓട്ടോമാറ്റിക് ആയിക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്തത്. മനസ്സിലായി. അപ്പൊ ആൾക്കും നോക്കിയപ്പോൾ അതാണ് ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ആൾ ചെയ്തത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പോയത്. പിന്നെ മനസ്സിലായി. ഞാനിത് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്കിത് അറിയില്ല അത് ചെയ്യണോ. കാരണം നിങ്ങൾ പറയുന്ന കഥയും, അതായത് സാറില്ല ഉണ്ണി സാർ പറയുന്ന കഥയും ഇത് കാര്യങ്ങളുമായിട്ട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പൊ ഇത് എവിടെയാണ് ഇതിനകത്ത് നമ്മളെവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ 2 സ്റ്റെപ്പില്. 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവർക്കും ചിലപ്പോൾ ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല. പിന്നെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും വളരെ, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഞാൻ വളരെ സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാൾ എന്നെ ഒരു ദിവസം ഷാർജ എയർപോർട്ടിൽ നിന്ന് വിലങ്ങ് വെച്ചതിനെ അല്ല, അവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോയി, അവിടെ തന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്. എനിക്ക് ഒന്നാമത് എനിക്ക് എന്റെ പ്രൊസീജിയർ, പിന്നെ അതിനുശേഷം ഞാൻ അറിഞ്ഞ പ്രൊസീജിയറൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഇപ്പോൾ പേയ്മെന്റ് തന്നെ 1.5 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഇനി ഓട്ടോമാറ്റിക്കലി ആളിപ്പോ കല്യാണത്തിന് പോയേക്കുന്ന കൊച്ചു അല്ലെ, ആൾ കല്യാണത്തിന് പോയേക്കുന്നതാണ്. തിരിച്ചു വരുമ്പോ 100% കേസ് ഫയലായിരിക്കും. കേസ് ഫയലായി കഴിയുമ്പോൾ ഈ പറഞ്ഞ കല്യാണം കഴിച്ചാൽ വരണപ്പോഴേക്ക് നേരെ ഇത് പോവുള്ളൂ. കാരണം ഇത് ചെയ്യാൻ തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കുറെ കൺഫ്യൂഷൻ വന്നിട്ട് കുറെ ടൈം അങ്ങനെയും പോയി. ഇതെന്താണ്, ഇതിന് കേസ് കൊടുക്കണോ, അവര് പറ്റിച്ചതാണോ, ഷോറൂമുകാർ പറ്റിച്ചതാണോ, ബാങ്ക്, അങ്ങനെ കുറെ. പക്ഷെ ഇത് പറഞ്ഞതിനകത്ത് ക്ലാരിറ്റി ആയില്ല ആൾക്ക്. അതാണ് സാറേ, അതായത് നമുക്ക് പല ഓഫറുകളും, അതായത് ഇപ്പോൾ നമ്മൾ പരസ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പല ഓഫറുകളും നമ്മൾ കാണും. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു വലിയൊരു ഷോറൂം ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മാസം 600 രൂപ, ഈ 600 രൂപ EMI, പുതിയൊരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഒരു കാറിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മാക്സിമം എടുക്കാൻ പറ്റുന്ന 1 വർഷവും, മിനിമം എടുക്കാൻ പറ്റുന്ന 1 വർഷവും, മാക്സിമം എടുക്കാൻ പറ്റുന്ന 5 വർഷവും ഉള്ളൂ. അപ്പോൾ 600 ഇൻറ്റു 60 അല്ലേ, 36,000 രൂപ വന്നിട്ടുള്ളൂ. ഈ പുതിയ വണ്ടിയുടെ വില 60 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലോജിക്ക് എങ്ങനെ കറക്റ്റ് ആവുക? പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതിന്റെ അടിയിൽ വളരെ ചെറുതായിട്ട് നമ്മൾ കാണാത്തതുകൊണ്ടാ, നമ്മളത് കാണാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാ. EMI സ്റ്റാർട്ട് ഫ്രം 600 ഫ്രം അടിയിലുണ്ടാവും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോ അവർ പറയുന്ന ബാലൻസ് പൈസ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കണ്ടേ. അതായത് ഒരു 60% നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 600 രൂപ നിങ്ങൾക്ക് EMI ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പരസ്യം. അപ്പൊ ഈ പറഞ്ഞത് ഇപ്പൊ ഇവര് പറഞ്ഞത്, ഇപ്പോ നിങ്ങൾ ഷോറൂമിൽ പോയപ്പോ അവരും പറ്റിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ കുറെ കാര്യങ്ങൾ പറയാണ്ടിരുന്നു. അതായത് ടോപ്പ് അപ്പ് ചെയ്യാം, ഇത് ചെയ്യാം. നിങ്ങൾ വീണ്ടും അവിടെ പോയായിരുന്നോ? വീണ്ടും ആ വലിയ ഷോറൂമിൽ പോയായിരുന്നോ? അവർ പോയപ്പോ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ഇപ്പം ബാങ്കിന് അങ്ങനെ റൂളില്ല, അത് ഓൾറെഡി അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ വണ്ടി വിറ്റിട്ട് അത് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. അത് 2 ഓപ്ഷനാണ് ഉള്ളത്. അല്ല, അതും അവർ പറഞ്ഞു തന്നേക്കുന്നത്. അതായത് ഈ സാധനം വിൽക്കുമ്പോൾ അവർക്ക് കമ്മീഷൻ ഉണ്ട്. പിന്നെ ചെയ്യുന്ന ആഫ്റ്റർ സർവീസ് ഒന്നും അവരുടെ സർവീസ് അല്ലാത്തത് കൊണ്ടും അത് ചെയ്തുകൊണ്ട് അവർക്ക് പ്രയോജനം ഇല്ലാത്തത് കൊണ്ടാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒന്നെങ്കിൽ അടിച്ചു തീർത്തിട്ട് അല്ലെങ്കിൽ ടേക്ക് ഓവർ എന്നുള്ള ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ടേക്ക് ഓവർ എന്നുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഈ 0 ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ടേക്ക് ഓവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോഴും ടേക്ക് ഓവർ 80% ആയിരിക്കും. ബാലൻസ് ഈ പറഞ്ഞ ബാക്കിത്തെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇൻഷുറൻസിന്റെ പൈസ ഒത്തിരി കുറഞ്ഞിരിക്കും കേട്ടോ. ബാലൻസ് പൈസയും കാര്യങ്ങളും മുഴുവനും നമ്മൾ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട പൈസ തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാ? ഞാൻ ടിക്ടോക്കിൽ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഇത് എൻ്റെ അടുത്ത് ഈ ഉണ്ണേട്ടൻ്റെ കേസിട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ഈ വീഡിയോ കണ്ട് സേവ് ചെയ്ത് വെച്ച്. പക്ഷെ അത് പറയുന്ന ഒരു ജെനുവിനിറ്റി, ശരിക്കും പറയുന്നതിലുള്ള വേ ഉണ്ടല്ലോ, നമുക്കത് മനസ്സിൽ തിരിയുമല്ലോ ഓരോരുത്തർ പറയുന്ന വേ. അത് കണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചത്. അതിനുശേഷമാണ് ഇങ്ങനെ ഉണ്ണിയുടെ എൻ്റെ അടുത്ത് കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ ഒരാളുണ്ട് ഇങ്ങനെ സംസാരിച്ച് ജെനുവിൻ ആണെന്ന് തോന്നി, സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ സത്യം ഇതാണ് എല്ലാം ശരിക്കും പുള്ളി ഇങ്ങനെ വാച്ച് ചെയ്യലുണ്ടാവും. അതുപോലെ കണ്ട് സത്യത്തിൽ ഉണ്ണിട്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര കോൺഫിഡൻസ്
കോയിൻസിഡൻസ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ പുള്ളിനിക്കും ഇങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടൂലായിരുന്നു, നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഉറപ്പായിട്ടില്ല. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് വളരെ ഇതായിട്ട് ആളിനിപ്പോ അത്രയും ഒരു കണക്ഷൻ ആണ് ആളുമായിട്ട്. കാര്യം ഇപ്പൊ ആ സംഭവം അത്രയും ക്ലിയർ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആള് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല എന്താണ് ബന്ധം. ഇപ്പൊ നമ്മൾ കൂടുതൽ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, നമ്മള് ഫാമിലി ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്നാൽ ഇപ്പൊ അതിനേക്കാളൊക്കെ ഉപരി ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് പുള്ളിയായിട്ട്. ഭയങ്കര ആളിനെ സംബന്ധിച്ച് ഇപ്പൊ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. കാര്യം അത്രയും ഈ ഒരു എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ആരെ അപ്രോച്ച് ചെയ്യണം, വണ്ടി വിൽക്കല്ലാതെ വേറെ ഓപ്ഷൻ, അങ്ങനെ പല ഇതായിപ്പോയി ആളിന്. അപ്പോഴാണ് ഇങ്ങനെ ഹസ്ബൻഡ് ഇത് പറഞ്ഞത്, ഇങ്ങനെ ഒരാളുണ്ട് പറഞ്ഞിട്ട് ഇത് പറഞ്ഞതും ഇവിടേക്ക് കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഇപ്പൊ എല്ലാം ആ ഒരു കറക്റ്റ് സെറ്റ് ആയല്ലോ. അപ്പോഴേക്ക് ആളിന് അത്രയും ഒരു റിലീഫ് അല്ലേ. ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ആള് വിചാരിച്ചൊരു കാര്യം നടന്നപ്പോ ഡയറക്റ്റ് ബാങ്കിൽ പോയിരുന്നു. ഇത് രണ്ടാമത് ഫിനാൻസ്. അപ്പൊ അവര് പറഞ്ഞ പറ്റൂല. അപ്പൊ പിന്നെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് വണ്ടി വെക്കാൻ പറ്റില്ല. ഇപ്പൊ വെക്കാൻ പറ്റും. ഇപ്പൊ ഈ സ്റ്റെപ്പിൽ വെക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതായത് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് റിക്കവറി ടീമിലേക്ക് പോകും. റിക്കവറി ടീം അല്ല പറയണ, അതിന് പേരെ മറന്നുപോയി. ആ ടീമിലേക്ക് പോകും. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രൊസീജിയറാണ്. പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് ആര് തയ്യാറാവും ഇത്രയും ബുദ്ധിമുട്ടി ഇത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ പെട്ടുപോകും. അപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ അതാ ഞാൻ ക്ലിയർ ആയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇതിനകത്ത് പറയുമ്പോഴും ഞാൻ വീണ്ടും പറയട്ടോ, ഇപ്പൊ കഴിഞ്ഞ ഏതൊരു വീഡിയോയില് ഇപ്പൊ ആള് പറഞ്ഞു നിങ്ങൾ ചെയ്തു തരും എന്നുള്ള ഇതിനകത്ത് പറഞ്ഞപ്പോ ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് പറയേയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് പോയിന്റ് ഇതാണ്. അതായത് നമ്മൾ ചെന്നെത്തുന്ന ആള്, അതായത് നമ്മൾ സംസാരിക്കുന്ന ആള് അത് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ പിന്നെ അത് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കഷ്ടകാലത്തിന്, അതായത് ഉണ്ണിച്ചാറിന്റെ കഷ്ടകാലത്തിന് ആള് പോയി കണ്ട ആൾക്കാർ മുഴുവനും ഇത് ചെയ്തിട്ട് ലാഭമുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതായത് കറക്റ്റ് ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ കിട്ടിയത്. അല്ലാണ്ട് ബാങ്കിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ആൾ ഡയറക്റ്റ് ബാങ്കിൽ പോയിരുന്നു. അതാണ് ബാങ്കിൽ ഡയറക്റ്റ് പോയാലും ഇത് തന്നെയാണ് സംഭവം. അതായത് ഇതിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ്. ബാങ്ക് എന്ന് പറയുന്ന ഒരു സമുദ്രം പോലെയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ബാങ്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ആക്സസ് വളരെ ലിമിറ്റഡാണ്. അതായത് എല്ലാ ആക്സസിലേക്ക് അയാൾക്ക് ഒരിക്കലും കൈയെടുക്കാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്കിന്റെ ഇപ്പോൾ സൈറ്റ്സിലിരിക്കുന്ന ഒരു ടീമും ക്രെഡിറ്റിലുള്ളവരായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ളവരായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അത് വലിയ സംഭവമല്ലേ. അപ്പൊ നമ്മൾ ചെന്നു, അവർ ബേസിക് ഐഡിയ അവർ പറഞ്ഞു തരേണ്ടത് കറക്റ്റായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് ഇനി അത് ക്ലിയർ ചെയ്യാനേ പറ്റുള്ളൂ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞു തന്നില്ല. ഉണ്ടോന്ന് ചോദിക്കാനുള്ള അറിവ് നമുക്കില്ല, അല്ലെ? ഇങ്ങനെ ഒരു ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. നമ്മൾ സാധാരണക്കാരെ അതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ചോദിച്ചോല്ലോ, അവർ പറഞ്ഞതുമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ പെട്ടു, അല്ലേ? അപ്പോ ഇത് നമ്മുടെ സമയം കറക്റ്റ് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്നത്. ശരിക്കും ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ടിക്ടോക്കിലെ വീഡിയോ പുള്ളി കണ്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് പേഴ്സണലി അറിയില്ല, യാതൊരു ബന്ധമില്ല. ജസ്റ്റ് വീഡിയോ കണ്ടു, അതെന്നോ കണ്ടിട്ട് പിന്നെ പുള്ളിക്ക് വണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ന്യൂസ് വന്നാലും അത് കാണുന്നൊരു ശീലമുണ്ട്. ആ ഒരൊറ്റ കാരണമാണ് ഉണ്ണിയേട്ടൻ ഇതിനെ. കച്ചവടം വളരെ കുറഞ്ഞു കഴിയുമ്പോ നമ്മൾ ഈ പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ വിളിച്ച് നമ്മുടെ താടല് തേച്ച് തീർക്കാന്നല്ലാണ്ട് ഇതിനകത്തൊന്നും പ്രയോജനമുള്ള ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഇത് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഒരാള് നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ടെക് എന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വരില്ലല്ലോ. അല്ല, ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ അവരവരുടേതായ എല്ലാ കാര്യങ്ങളും കറക്റ്റ് മാച്ച് ചെയ്ത് ഓക്കെ ആണോ നോക്കിയല്ല ചെയ്യാൻ. അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് ടൈം എടുക്കും. ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് 2 വർഷം വരുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇപ്പോഴും ഞാൻ 2006 കച്ചവടം തുടങ്ങിയതാണ്. നമ്മുടെ ശരിക്കും പരിപാടി വണ്ടി കച്ചവടമാണ്. അപ്പോൾ വണ്ടിയുടെ ചെറിയ ഇതാണ്, വലിയ സംഭവമല്ല കേട്ടോ. പക്ഷെ അതിനകത്ത് നമുക്ക് കുറച്ച് കള്ളത്തരം ചെയ്യേണ്ടി വരും. ചെറിയ കള്ളത്തരം. കച്ചവടം ആകുമ്പോൾ കുറച്ച് കള്ളത്തരം ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കാരണം മാർക്കറ്റിലെ ആൾക്കാർ, അത് ആൾക്കാർക്ക് ബോധമല്ല. മാർക്കറ്റിലെ ആൾക്കാർ ഇപ്പോൾ 2018 വണ്ടി ഇപ്പോഴും 20,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആക്കിയിട്ട് വണ്ടി വിൽക്കുക. ഇപ്പോൾ സാറിന് തന്നെ ഒരു വണ്ടിയുള്ള ആളാണെങ്കിൽ അറിയാൻ പറ്റും, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ എന്തായാലും എത്ര കിലോമീറ്റർ നമ്മൾ ഒരു അവറേജ് ഓടിക്കും, അല്ലേ? അപ്പോൾ ഇപ്പൊ 2024 6 വർഷം കൊണ്ട് ആ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടണം, അല്ല, മിനിമം. പക്ഷെ ഇതൊന്നും ആൾക്കാരെ കോമൺ സെൻസിൽ പറ്റുന്നതല്ല. അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ.
അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ചും കൂടി സത്യസന്ധമായിട്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ഇതിനകത്ത് സത്യസന്ധമുള്ള പേരാണ്, പക്ഷെ കുറച്ച് അറിവുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് ജയിക്കാനും ചെയ്യാൻ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്റെ സംഭവം. അപ്പോ വേറെ എന്താ ഇതുള്ള ഇപ്പൊ സംഭവങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എമൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അത് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പറയിപ്പിക്കാന്നല്ലാതെ. സീരിയസ്ലി ജെന്യുവനായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അത്രയും നിങ്ങളുടെ സർവീസ് അത്രയും ഓക്കെ ആയിരുന്നു. കാര്യം വീട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ജസ്റ്റ് ഡീല് മാത്രമായിട്ടല്ല ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പെൺകൊച്ച് കല്യാണം കഴിച്ച് വരുമ്പോ ആദ്യമേ ഇവിടെ നിന്ന് ഉണ്ടാവുന്ന പോകുന്ന ബാക്കിത്തെ കാര്യങ്ങൾ എനിക്കറിയാം. ഇത് ഇനി വരുമ്പോ എന്തായാലും 100% അത് ബാങ്കുമായിട്ട് ലീഗൽ ഡിപ്പാർട്ട്മെന്റുമായിട്ടോ ബാങ്കുമായിട്ടോ കളിക്കാൻ നിൽക്കരുത്. അത് ഒരു രീതിയിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല. ലീഗൽ ഡിപ്പാർട്ട്മെന്റായിട്ട് കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, നമ്മളെ വിളിക്കുന്നില്ല കഴിഞ്ഞു വിചാരിക്കും. ഇത് എപ്പോഴും നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ നമ്മളെ പിടിച്ചു വലിക്കുന്ന സാധനമായിരിക്കും. ബാങ്കുമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോണോ കാര്യങ്ങളോ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ശരി, ആവശ്യമില്ലാത്തടത്തോളം കാലം ആവശ്യമില്ലാണ്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്തെങ്കിലും കാലത്ത് ഒരു ആവശ്യം വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള കേസുകളായിട്ട് കളിക്കാതെ ഇരിക്കുകയാണ് എപ്പോഴും നല്ലത്. അവര് 10 രൂപ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ 11 രൂപ കൊടുക്കുക, നഷ്ടമോ ലാഭമോ. ഈ മിക്കവാറും ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 രൂപ അടയ്ക്കാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 5000 രൂപ അടയ്ക്കാണ്ടായിരുന്നായിരിക്കും. അവർ മൊത്തം അടച്ചു ചിലപ്പോൾ ഒരു 15000 രൂപ ഉണ്ടാവും. അത് എന്റെ ചോദ്യം ഇതാണ്, 15000 രൂപ ഞാൻ ഓൾറെഡി അടച്ചു കഴിഞ്ഞു, ഈ എന്തിന് ഞാൻ ഈ പൈസ അടയ്ക്കണം? അങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ്. ചോദ്യം സത്യമാണ്. അതായത് ഇത്രയും പലിശ അവരെൻ്റെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒഴിവാക്കി തരാൻ പാടില്ലെന്ന്. അത് ലോജിക്കലേ കറക്റ്റല്ല. ബാങ്ക് ആദ്യം നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് തരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയാൽ ഇങ്ങനെ, ഇങ്ങനെ പോയാൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തരുന്നുണ്ട്. അതിനകത്ത് പോയാൽ കറക്റ്റാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഇല അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തം പിന്നെ പ്രൊസീജിയറും മാറി, കാര്യങ്ങളും മാറി. പിന്നെ നമ്മൾ പകരം ഇത് അടക്കില്ല, ഓവർ ഇത് വരും, കാര്യങ്ങൾ വരും, പ്രശ്നങ്ങളാവും, ഇതാവും. എന്തുവാട്ടെ, ഞാനത് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മളെ തേടി വന്ന നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്.